ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല പോലെ ഇഷ്ടാവും ഈ ഒരു പലഹാരം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ടല്ല, ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു 3 തക്കാളിക്ക് വേണ്ടിയാണ് ഇതുപോലെ 2 സവോള എടുത്തിട്ടുള്ളത്. ആ ഒരു കണക്കനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. വലുതായതുകൊണ്ടാണ് 3 എണ്ണം. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1/2 സ്പൂണോളം പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ പെരിഞ്ജീരകം മുഴുവനെ ആയതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. നല്ല പോലെ വെന്ത് കുഴഞ്ഞ് കിട്ടണം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് അരയാതെ വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി അരച്ചിട്ട് എടുക്കാം. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പം ഞാൻ ഈ അരച്ചെടുത്ത മിക്സിനെ മുഴുവനായിട്ടും ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂണിൽ 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ അളവിൽ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി വേറെ വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് പൊടിയും ഇട്ട് കൊടുക്കരുത്. ഈ ഒരു പരുവമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നല്ല ലൂസായിട്ട് വേണം ഈ മാവ് ഇരിക്കാനായിട്ട്. ഒട്ടും തന്നെ കട്ടിയാവാൻ പാടില്ല. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പരുവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം. ഇനി ഇതിലേക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഈ ഒരു മാവ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ആകൃതി ഷേപ്പൊന്നും വേണമെന്നില്ല. കൈ വെള്ളത്തിൽ മുക്കുക, ഇതിന് മാവ് എടുക്കുക, നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയും ലൂസായിട്ട് വേണം നമ്മുടെ ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലാണ് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും കൈ നനച്ചിട്ട് വേണം ഓരോ മാവും എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പോവും. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകം വെന്ത് കിട്ടില്ല. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1 മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ പലഹാരം കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇപ്പൊ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിന്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണിത്. പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും.
ഇതിൻ്റെ അകം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അകം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.